നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ചെന്നൈയിലെ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ ചെപ്പോക്കിൽ ഇന്ന് CSK KKR കളിക്കാൻ ഇറങ്ങുമ്പോൾ ടോസിൻ്റെ സമയത്ത് MSD ടോസ് ഇടാൻ വേണ്ടി എത്തുമ്പോൾ ആ സ്റ്റേഡിയം വിറകൊള്ളുമെന്ന കാര്യം ഉറപ്പാണ്. ആരാധകരുടെ ആവേശം കൊണ്ട് 43-കാരനായിട്ടുള്ള MSD വീണ്ടും അവരുടെ നായകനായിട്ട് വരികയാണ്. ഋതുരാജ് ഗെയ്ക്വാദിന് അൺഫോർച്ചുനേറ്റ്ലി എൽബോക്ക് പൊട്ടലുണ്ട്. അദ്ദേഹത്തിന് ഇനി ഈ സീസണിൽ IPL കളിക്കാൻ പറ്റില്ല. MSD ആണ് ക്യാപ്റ്റൻ ആവുന്നത് എന്ന് ഇന്നലെ തന്നെ സ്റ്റീഫൻ ഫ്ലെമിംഗ് കൺഫേം ചെയ്തു. CSK പോസ്റ്റ് ഇട്ടു. സോ ക്യാപ്റ്റൻ ധോണി ഈസ് ബാക്ക്. അപ്പോൾ ഇതിന് രണ്ട് തലത്തിൽ കാര്യങ്ങൾ കാണുന്നവരുണ്ട്. അതിനു മുമ്പ് ക്യാപ്റ്റൻ ധോണിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് IPL നമുക്കറിയാം. 2008 മുതൽ 2024 വരെ അദ്ദേഹമാണ് അവരെ നയിച്ചത്. ഇടയ്ക്കുള്ള ബാനുള്ള ഇയറുകൾ മാറ്റി നിർത്തുക, അല്ലാത്ത ഘട്ടത്തിലൊക്കെ അദ്ദേഹം അവരെ നയിച്ചു. അദ്ദേഹം അവരെ കിരീടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കഴിഞ്ഞ സീസണിൻ്റെ തുടക്കത്തിലാണ് MSD പറയുന്നത് ഞാൻ ക്യാപ്റ്റൻ ആവുന്നില്ല. കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അങ്ങനെ ഋതുരാജ് ഗെയ്ക്വാദിനെ ക്യാപ്റ്റനാക്കുന്നു. എന്നാൽ അതിനു മുമ്പും MSD ക്യാപ്റ്റൻസി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2022 ജഡേജയ്ക്കായിരുന്നു. പക്ഷേ സീസണിൻ്റെ ഇടയ്ക്ക് വെച്ച് ജഡേജയെ മാറ്റി വീണ്ടും MSDയെ ക്യാപ്റ്റനാക്കിയായിരുന്നു CSK. കാരണം വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് ജഡേജയുടെ കീഴിൽ അന്ന് CSK നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം വീണ്ടും ക്യാപ്റ്റനായിട്ട് 2023 കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം 2024 അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം പിൻവാങ്ങി ഋതുരാജ് ഗെയ്ക്വാദിനെ ക്യാപ്റ്റനാക്കി. ഇപ്പോൾ പക്ഷേ ഈ സീസണിൽ മിഡ്വേ എന്ന് പറയാനില്ല, തുടങ്ങിയിട്ടുള്ളൂ, അത് വെച്ച് ഋതുരാജ് പുറത്താകുമ്പോൾ വീണ്ടും വരുന്നു MSD ക്യാപ്റ്റനായിട്ട്. 2010, 2011, 2018, 2021, 2023 5 സീസണുകളിൽ അദ്ദേഹം ടീമിനെ ക്യാപ്റ്റനായി കിരീടത്തിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്. സോ അതിൻ്റെ ഒരു തുടർച്ച ആരാധകർ പ്രതീക്ഷിച്ചു. പക്ഷേ 43 വയസ്സായി. MSDയെ വീണ്ടും ക്യാപ്റ്റനാക്കുമ്പോൾ 2 ഒപ്പീനിയനുകൾ വരുന്നുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. 2 ഒപ്പീനിയനുകൾ. ഒരു ഒപ്പീനിയൻ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റിലുണ്ടായിരുന്നു, സംഗതി CSKയോടൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് തെറ്റായ ഒരു തീരുമാനമല്ലേ, അവർക്ക് മറ്റൊരു ഓപ്ഷനും കിട്ടാത്തത് കൊണ്ടല്ലേ MSDയെ ക്യാപ്റ്റനാക്കേണ്ടി വരുന്നത്, 43-ാമത്തെ വയസ്സിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ലേ MSDയെ ക്യാപ്റ്റനാക്കുന്നത്, ഇത് ടീമിനെ പുറകോട്ടടിക്കുകയുള്ളൂ എന്ന്. എന്നാൽ MSD തന്നെ ക്യാപ്റ്റനാകുന്നു, ആ ഒരു ആവേശം തിരികെ വരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞത് ഒരർത്ഥത്തിൽ ഇനിയിപ്പോൾ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ അവിടെ ആര് എന്നത് വീണ്ടും വേണമെങ്കിൽ രവീന്ദ്ര ജഡേജയിലേക്ക് പോകാം, അല്ലെങ്കിൽ പിന്നെ വിദേശ താരങ്ങളിൽ ആരിലേക്കെങ്കിലും പോകാം. അപ്പോൾ അതിനേക്കാളൊക്കെ ബെറ്റർ MSD തന്നെയാണ്. വേറെ ഓപ്ഷൻ എന്നുള്ളതിനേക്കാൾ ബെറ്റർ ടീമിൽ ഏറ്റവും മികച്ച രൂപത്തിൽ ടീമിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഷാർപ്പ് ബ്രെയിൻ ഉള്ളയാൾ, അതോടൊപ്പം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാൾ, എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ, അയാൾ ക്യാപ്റ്റൻ ആവുന്നതിനല്ലേ ടീമിന് നല്ലത്. സോ ഇതൊരു മോശം ചോയ്സ് ആണെന്ന അഭിപ്രായം എനിക്കില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഇതാണ് ശരിയായ തീരുമാനം. ഋതുവിനും ജഡേജയ്ക്കും ഒന്നും ഇടയ്ക്ക് വെച്ച് ക്യാപ്റ്റൻസി കൈമാറ്റം ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല. ശരിയാണ്, ഭാവിയിലേക്ക് ടീമിനെ കൊണ്ടുപോകാൻ ഒരു ക്യാപ്റ്റനെ സജ്ജനാക്കി എടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കാം, വേണം. അത് പക്ഷേ MSD ഇപ്പോൾ 2022 ജഡേജയ്ക്ക് കൈമാറുന്നത്. 2022, 23, 24, 25 4-ാമത്തെ സീസണാണ് അവിടെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കളി തുടരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ക്യാപ്റ്റൻസി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യേണ്ട കാര്യം? അത് ടീമിൽ 2 അതോറിറ്റീസ് ഉണ്ടാക്കുന്നൊരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അതായത് 2 അധികാര കേന്ദ്രങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയില്ലേ, അതായത് ക്യാപ്റ്റൻ ഒരു തീരുമാനം, മറുഭാഗത്ത് തലയുണ്ട്. അപ്പോൾ ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം തലയോട് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസും മറ്റു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ബെറ്റർ MSD തന്നെ ക്യാപ്റ്റനായിട്ട് പോവുക. അദ്ദേഹം കളിക്കുന്നിടത്തോളം അദ്ദേഹം ക്യാപ്റ്റൻ ആവട്ടെ. അത് തന്നെയാണ് CSKക്കും ഗുണകരമാവുക. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.